നമുക്ക് ചുറ്റുമുള്ള ഓരോ മനുഷ്യനും പറയാൻ ഒരുപാട് കഥകളുണ്ട് അല്ലെ? ആൻഡ് വെൽക്കം ടു ദ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് ലൈഫ് അൺഫിൽറ്റേഡ്. ആൻഡ് ഈ ഒരു തോട്ട് എന്റെ മൈൻഡിൽ ആദ്യം വന്നപ്പോൾ മുതൽ ലൈക്ക് ഇത് തുടങ്ങുവാണെങ്കിൽ ഇന്ന ആളെ വെച്ച് തുടങ്ങണം എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ആൻഡ് അതിന് ഞാൻ ചൂസ് ചെയ്ത നമ്പർ 1 കോണ്ടസ്റ്റന്റ് ഇസ് നൺ അതർ ദാൻ മൈ ഫ്രണ്ട് രഞ്ജിമ. വൈ? ബിക്കോസ് അവൾ ഒരുപാട് ബുള്ളിയും നേരിട്ടിട്ടുണ്ട്. ഐ നോ ദാറ്റ് ഇഫ് അവളുടെ പ്ലേസിൽ ഞാനാണെങ്കിൽ ഞാൻ ഒരുമാതിരി ഭയങ്കരമായിട്ട് കരഞ്ഞു പിഴിഞ്ഞ് അങ്ങനെയൊക്കെ ആയേനെ. സോ അങ്ങനെയുള്ള കുറെ ബുള്ളിങ് ഫേസ് ചെയ്തിട്ടുള്ള എന്റെ ഫ്രണ്ട് ഇപ്പം ചെയ്യുന്നത് ഷീസ് ബിൽഡിംഗ് ഹെർ ഓൺ കരിയർ ആൻഡ് ഐ ഫീൽ സോ പ്രൗഡ് അബൌട്ട് ദ സെയിം. സോ അവളെ വെച്ച് തന്നെ എപ്പിസോഡ് ഫസ്റ്റ് തുടങ്ങണം എന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ തുടങ്ങാണ്. സോ ലെറ്റ്സ് വെൽക്കം രഞ്ജു. ഹിയർ വി ഹാവ് രഞ്ജു. ലെറ്റ്സ് വെൽക്കം ഹെർ. നമുക്ക് പൂ കൊടുത്തിട്ട് വെൽക്കം ചെയ്യാം. ഓക്കെ. സോ ഐ എം സൂപ്പർ എക്സൈറ്റഡ്. അപ്പോ എന്താ പറയാ, എക്സൈറ്റ്മെന്റ്. ഓക്കെ, ആദ്യം നമുക്ക് രഞ്ജുവിനെ പരിചയപ്പെടാം. ഓക്കെ. എന്റെ പേര് രഞ്ജിമ. പിന്നെ ഞാൻ ഗ്രാഫിക് ഡിസൈനർ ആയിട്ട് വർക്ക് ചെയ്യാണ്. 3 വർഷമായി ഈ ഒരു ഫീൽഡിൽ ഇറങ്ങിയിട്ട്. വർക്ക് ചെയ്യുന്നത് ഇന്റേൺ കമ്മ്യൂണിക്കേഷനിലാണ്. And apart from that, tell me about your, I know, but tell me about your passion. I mean, your hobby. Like, Ranjന്റെ ഒരു ബിഗ്ഗസ്റ്റ് ഒരു സംഭവം ഉണ്ട് കേട്ടോ, അത് ആർട്ടാണ്. ആർട്ടാണ് കുറച്ചും കൂടി എന്നെ ഈ ഫീൽഡിലേക്ക് ഇറക്കി വിടാനുള്ള ഒരു റീസൺ ആർട്ട് തന്നെയാണ്. അത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒരാളുകളാ. അങ്ങനെ ഒരു കഴിവ് ഉണ്ടെന്ന് കണ്ടുപിടിച്ച ഒരാളുകളാ. അപ്പോ ആർട്ട് തന്നെയാണ് ബേസിക് ആയിട്ട് എന്റെ ഒരു പ്രൊഫഷൻ അല്ല, ഒരു പാഷൻ ആയിട്ട് കൊണ്ടുനടക്കുന്നതാണ് ഡിസൈനിങ് ആണ്. ആൻഡ് ഷീ ഹാവ് എ പേജ്. അവള് വരയ്ക്കുന്നൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഒരു പേജ് ഉണ്ട്. പേജിന്റെ പേര് പറയും. രഞ്ജിമ 05. ഓക്കെ. ഇപ്പം ഹൗ ഓൾഡ് ആർ യു? 25. Okay. Now I want to take you to the 10th standard 10 year back. Okay. So where are you now? നല്ല മാറ്റമുണ്ട്. Okay. കാരണം ലൈക്ക് എനിക്ക് ആ ഒരു 10 വർഷം മുന്നേ ഉള്ള ഗേൾ എന്തായിരുന്നു എക്സ്പീരിയൻസ് ചെയ്തത്? ദാറ്റ് ഐ വാണ്ട് ടു നോ. ദാറ്റ് മേ മീൻ ദ റിയൽ ബുള്ളിങ്. ബുള്ളിങ് ആയിട്ട് എന്നെ കണക്കാക്കാൻ പറ്റില്ല. കാരണം അന്ന് ഇൻട്രോവേർട്ടാ. ഇതുപോലെ ഞാനിരുന്ന് ക്യാമറേന്റെ മുന്നിൽ ഞാൻ സംസാരിക്കുന്നില്ല, എനിക്ക് നല്ല പേടിയുള്ള കാര്യമാണ്. അപ്പൊ അതിന്നൊക്കെ ഒരു മാറ്റമുണ്ട്. ആ ഒരു ഇത്രയും വർഷത്തെ ഇതിന്നൊക്കെ കുറെ മാറ്റങ്ങളുണ്ട്. ബുള്ളിങ് എന്നുള്ള ഒരു വാക്ക് ഉണ്ട്, ഇല്ല എന്നുള്ളതല്ല. കളിയാക്കാറുണ്ട്, പക്ഷെ എവിടെ എത്തില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമല്ലോ. അതായത് ഫോർ എക്സാമ്പിൾ ക്ലാസ്സിന്ന് ദ വേ കുട്ടികള് എന്നെ ഭയങ്കരമായിട്ട് മേ ബി അവർക്കത് അറിയാൻ പറ്റത്തുണ്ടാവില്ല. ലൈക്ക് അതാണ് സംഭവം. അതായത് അവര് ആ ഒരു ടീനേജ് ആണ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് നമ്മൾ കുറച്ചുപേരെ ചിരിപ്പിക്കുന്നു, ഹീറോ ആവുന്നു, അത്രേ ഉള്ളൂ. കേൾക്കുന്ന ആൾക്ക് എങ്ങനെ അത് എത്രമാത്രം എഫക്ട് ചെയ്യുന്നു അറിയത്തില്ല. പക്ഷെ സംഭവം അവർക്കത് എന്താ പറയാ, ഹാൻഡിൽഡ് ദാറ്റ് ഇൻ എ പ്രെറ്റി ഗുഡ് വേ. ബട്ട് ഞാനാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അവിടെ ഡിസ്ട്രോയ് ചെയ്ത് തകർന്ന് തരിപ്പണായിട്ടുണ്ടാവും ദ വേ ദേ മോക്ക്ഡ് അറ്റ് ഹർ. സോ അതിന്റെ റീസൺ എന്തായിരുന്നു? റീസൺ വേറെ എനിക്ക് തോന്നുന്നു ഇൻട്രോവേർട്ട് ആയതിന്റെ ഒരു റീസൺ തന്നെ. ചിലപ്പോ ഞാൻ അങ്ങനെ സംസാരിക്കാത്ത ഒരാളാണ്, തിരിച്ച് റിയാക്ട് ചെയ്യാത്ത, പെട്ടെന്ന് കരയുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ. എപ്പോഴും അങ്ങനത്തെ ഞാൻ വലിയ മാറ്റമൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് അതായിരിക്കും ഒരു റീസൺ. ചിലപ്പോ എല്ലാവരുമായിട്ട് അങ്ങനെ എനിക്കറിയാലോ ഞാൻ എങ്ങനെയുണ്ടായിരുന്നത്. അപ്പൊ ചിലപ്പോ അതായിരിക്കാം. പെട്ടെന്ന് ഞാൻ കരയുന്ന ഒരാളാണ്, എന്തിനോടും പെട്ടെന്ന് റിയാക്ട് ചെയ്യും. ചിലപ്പോ അതായിരിക്കാം മേ ബി അത് സംഭവം ഉണ്ടാവുക. പക്ഷേ the way you deal with that kind of എന്താ പറയാ bullying was really matured. എന്താ പറയാ, മീൻസ് ഇപ്പം എന്താ പറയാ, നമുക്ക് പല രീതിക്ക് ഡീൽ ചെയ്യാം. ഞാനൊക്കെ ആണെങ്കിൽ അന്നത്തെ ഞാനെ കരഞ്ഞ് തരിപ്പണായിട്ടിരിക്കും, അല്ലെങ്കിൽ നമുക്ക് കംപ്ലൈന്റ് ചെയ്യാം. ഇവളൊന്നും ചെയ്തില്ല, ബട്ട് അവൾ ഇതിലെ കേട്ട് ഇതിലെ വിട്ടത് എത്ര പേർക്ക് പറ്റുമെന്ന് എനിക്കറിയില്ല. നമുക്ക് അത്രയും സ്ട്രോങ് ആയാലേ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ബുള്ളിങ് എന്ന് വെച്ചാൽ ചില്ലറയൊന്നും അല്ല അവള് നേരിട്ടെ. ലൈക്ക് എന്താ പറയാ, ഒരുപാട് പേര്, ഒന്നോ രണ്ടോ ഒന്നും അല്ല, ഒരുപാട് പേര് ഇവിടെ ഭയങ്കരമായിട്ട് കളിയാക്കുക. ലൈക്ക് സോ ദിസ് പോയിന്റ് ഹൗ ഡു യു ഫെൽറ്റ് റിഗാർഡിങ് ദ സെയിം? ഇപ്പം ആലോചിക്കുമ്പോൾ അതിനെ എങ്ങനെ ഫീൽ ചെയ്യുന്നു? ഇപ്പൊ ആലോചിക്കുമ്പോ നല്ലത് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അന്ന് ഞാൻ എവിടെ എത്തില്ല എന്ന് വെച്ചിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ട് എനിക്ക്. അതിനെല്ലാം ഒരു മൈൻഡ്, ഒരു തോട്ട് എനിക്കുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഞാനൊരു ഡിസൈനറാണ്. എന്റെ പ്രൊഫഷൻ ഡിസൈനിങ് ആണ്. അതൊക്കെ ഒരു ഭയങ്കര ഒരു നല്ലതായിട്ടൊരു ഗുഡ് തിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പ്രൗഡ് മൂമെന്റ് ഉണ്ടാവുമല്ലോ നമുക്ക് എല്ലാവർക്കും. എത്തി
അന്ന് അവിടെ എത്തൂലെന്ന് വിചാരിച്ച സ്ഥലത്ത് നമ്മൾ ഈ ഒരു ഇതിൽ വരെ എത്തി എന്നുള്ളൊരു ഒരു പ്രൗഡ് മൊമെന്റ് ഉണ്ട്. ഓക്കെ, സോ ഐ തിങ്ക് ആ 9th 10th ദാറ്റ് വാസ് നോട്ട് ഈസി. ലൈക്ക് ഫോർ എക്സാമ്പിൾ എല്ലാവർക്കും ചില ഏരിയയിൽ അവരുടെ കപ്പ് ഓഫ് ടീ ആയിരിക്കും, ചിലതായിരിക്കില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് ചില സബ്ജക്ട് ഓക്കെ ആണ്, ചില സബ്ജക്ട് ഓക്കെ അല്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. ആൻഡ് ഇവക്ക് ആക്ച്വലി കമ്പ്യൂട്ടർ അന്ന് മുതൽ ഇഷ്ടമായിരുന്നു, അല്ലെങ്കിൽ ചില സബ്ജക്റ്റിൽ കുറച്ച് വീക്കായിരുന്നു. ആ വീക്ക്നെസ്സിനെ ആളുകൾ കളിയാക്കിയപ്പം ഇവളുടെ ഒരു ഏരിയനെ സപ്പോർട്ട് ചെയ്ത ചില പറയാൻ പറ്റാത്ത ഒരാളുണ്ട്. ഐ മീൻ പറയേണ്ടതായിട്ടുള്ള ദ വൺ ആൻഡ് ഓൺലി ഹെർ മദർ. അത് എപ്പോഴും പറയും, അവളെ ഇങ്ങനെ മോൾഡ് ചെയ്തെടുത്തത് ഡെഫിനറ്റ് ആയിട്ടും അവളെ അമ്മയാണ്. ഇപ്പൊ സപ്പോസ് രഞ്ജുനെ അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു ഏരിയയിലേക്ക് കൊണ്ട് തള്ളിയിരുന്നെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും യു ക്യാൻ ബി എ സക്സസ്. ലൈക്ക് ഡെഫിനറ്റ് ആയിട്ടും പറയാനുള്ളത്, ഇപ്പൊ ചില ആൾക്കാര് പറഞ്ഞിട്ടുണ്ട്, ഞാൻ +2 കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എന്തിലേക്ക് ഇറങ്ങണം എന്ന് എനിക്കൊരു പിടുത്തം കിട്ടിയിട്ടില്ല. അന്ന് ആ സമയത്താണ് ഡ്രോയിങ് വരുന്നത്, ഞാൻ വരയ്ക്കുമായിരുന്നു. അപ്പൊ ചില ആൾക്കാർ അങ്ങനെയല്ല, ഇപ്പൊ ഇപ്പൊ ഇതിലേക്ക് ഇറക്കി വിട്ടാൽ എന്തെങ്കിലും കിട്ടുമോ, ആ സമയം ഡിഗ്രി പഠിപ്പിച്ചൂടെ എന്നുള്ളൊരു ചോദ്യം ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അമ്മ അത് കേട്ടിട്ടുണ്ട്. പക്ഷെ അമ്മ അത് നോക്കിയില്ല. എന്റെ ഇഷ്ടം എന്താണോ, എന്റെ താല്പര്യം എന്താണോ അതിലേക്ക് ഇറക്കി വിട്ടത് കൊണ്ട് ഇന്ന് ഞാൻ ഈ പൊസിഷനിൽ ഇരിക്കുന്നുണ്ട്. എല്ലാവർക്കും കിട്ടാൻ ചാൻസ് ഇല്ലാത്തൊരു ഭാഗ്യ. അതായത് നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരാള്, ചിലപ്പോൾ നമുക്ക് പിന്നൊന്ന് പുഷ് ചെയ്യാൻ ഒരാളില്ലെങ്കിൽ നമ്മൾ തന്നെ ആവണം. ബട്ട് സംഹൗ ഷീ ഈസ് വെരി ലക്കി ടു ഹാവ് ഹെർ മദർ. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരാൾ പുഷ് ചെയ്താലും മുന്നോട്ട് പോകാൻ നമ്മൾ തന്നെ വിചാരിക്കണം. അതിന് ഷീ എന്താണ് ഡിസൈഡഡ് ഫോർ ദാറ്റ്. സോ അതിനുണ്ടായിട്ടുള്ള ഒരു മോട്ടിവേഷൻ എന്താ, ലൈക്ക് അങ്ങനെ ഈ വഴിക്ക് പോകണം എന്ന് തോന്നിയത്, അല്ലെങ്കിൽ എനിക്ക് സംഹൗ ഇന്നത് ചെയ്ത് തീർക്കണം എന്ന് തോന്നിയത്. അതിന് മുന്നേ ആഫ്റ്റർ +2 എന്താ എടുത്തേ, അതിനെ കുറിച്ചൊന്ന് പറയാമോ? +2 ശേഷം ഞാൻ എടുത്തൊരു സബ്ജക്ട് പറഞ്ഞ കമ്പ്യൂട്ടർ തന്നെയാണ്. അതായത് ഡിസൈനിങ് അങ്ങനത്തെ ഒരു സെക്ഷനിലേക്ക് ഞാൻ പോയത്. അപ്പൊ അത് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഇനി എന്ത് വേണം, എന്ത് ചെയ്യണം എന്നുള്ളതിലൊക്കെ എടുത്ത് നോക്കുമ്പോഴാണ് ഇപ്പൊ എന്റെ ഡിസൈനിങ്സ് ഇപ്പൊ യൂണിവേഴ്സൽ ആർട്സ് അവരുടെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ജോയിൻ ചെയ്തു. പിന്നെ അതൊന്ന് സ്റ്റാർട്ട് ചെയ്തു. വരയ്ക്കുന്നതിലായാലും പിന്നെ അതിൽ തന്നെയുള്ള ഡിസൈനിങ്ങിന്റെ വരയ്ക്കുന്ന ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ലേ ഇതിനു മുന്നേ? ലൈക്ക് ഒരു ഫ്യൂ മന്ത് കോഴ്സ് ആയിരുന്നു അത്. അതിനായിട്ട് പോയിട്ടുണ്ട്, ചെറിയ ചെറിയ ക്ലാസ്സുകൾ പോയിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ തന്നെ ഡിഗ്രി ഞാൻ എടുത്തു, ഡിപ്ലോമ എടുത്തു. ഫൈൻ ആർട്സും ഗ്രാഫിക് ഡിസൈനും ഡിപ്ലോമ ഞാൻ എടുത്തു. അതിന്ന് ഡിസൈനിങ്ങിന്റെ സെക്ഷനിലേക്ക് ഞാൻ മാറി. അത് വന്നത് വരയിലൂടെ തന്നെയാണ്. ഇല്ലുസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഒരു നമുക്ക് എടുക്കാം എന്നുള്ളൊരു തോട്ടിലേക്ക് എത്തിയത്. ചെയ്യാൻ പറ്റും എന്നുള്ള തോട്ടിലേക്ക് അവരെത്തുന്നത്. ദാറ്റ്സ് നൈസ്. ആൻഡ് സംഭവം നമുക്കറിയാം ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ലൈക്ക് ഒന്ന് പറയുന്ന ബുള്ളിങ്, അത് അവള് ഭയങ്കര കൂളായിട്ട് എടുക്കുന്നേ. ഞാൻ പറഞ്ഞല്ലോ, ഐ നോ ദ ഇന്റൻസിറ്റി ഓഫ് ദ സെയിം. അപ്പം അങ്ങനെ ഉള്ള ഫേസ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ പാരന്റ്സ് ഉണ്ടാവും. അവരെടുത്ത് വാട്ട് യു വാണ്ട് ടു സേ? ലൈക്ക് ഇവർക്ക് മെയിൻ ആയിട്ട് കിട്ടിയതിലുള്ള ഒരു ഇഷ്യൂ, അവളൊന്ന് ഇൻട്രോവേർട്ട് ആയിരുന്നു, ഭയങ്കരമായിട്ട് അധികം ആരോട് സംസാരിക്കില്ല, ഭയങ്കര ഞങ്ങൾ തന്നെ ഭയങ്കര അടിയായിട്ടാണ് കമ്പനി ആയത്. ഞങ്ങള് ഇങ്ങനെ കമ്പനി ആയിട്ട് ഇരിക്കുന്നത് നോക്കാം. ഞങ്ങൾ ആദ്യം ഭയങ്കര അടിയായിരുന്നു. എനിക്കതിന് 8th 9th 10th വരെ ആ സ്കൂളിലായിരുന്നു. 8th ഒരു 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഞങ്ങള് മുരിഞ്ഞടിയാ. റീസൺ ഒന്നുമില്ല, പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അടിക്കും, വെറുതെ ഞങ്ങൾ ഇങ്ങനെ അടി കൂടും. ലൈക്ക് ഷീ ഡോണ്ട് ലൈക്സ് മീ. ഓക്കെ ഇഷ്ടല്ലേനു, അവഎനിക്ക് ഇഷ്ടല്ലേനു. അങ്ങനെ പക്ഷെ 10th കഴിഞ്ഞ് 10th പിന്നെ ഓക്കെ ആയി. അത് കഴിഞ്ഞ് കഴിയാനാകുമ്പോഴാണ് പിന്നെ നമ്മളൊക്കെ ഒന്ന് കമ്പനിയായി വരുന്നത്. ഒരേ ക്ലാസ്സിൽ തന്നെയാണ് നമ്മള് ഒരു അടുപ്പം ഫീൽ ചെയ്യുന്നത് 10th ലാസ്റ്റിലാ. ആഫ്റ്റർ ദാറ്റ് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ കുറച്ച് ഗ്യാപ്പ് വന്നു. പിന്നെ ഒരു ഫ്രണ്ടിന്റെ ചേച്ചിന്റെ പരിപാടിക്ക് ഞങ്ങൾ അഗെയിൻ മീറ്റ് ചെയ്ത് പിന്നെയാണ് ലൈക്ക് ഒരു കണക്ഷൻ വന്നേ. ലൈക്ക് പിന്നെ വിളിക്കാനും എവിടെയെങ്കിലും ഒക്കെ പോകാനുള്ള ആ ഒരു കണക്ഷൻ വന്നേ. ആൻഡ് അതാണ് ഞങ്ങളെ ആ ഒരു ഇത്. ആൻഡ് ഷി വാസ് എൻ ഇൻട്രോവേർട്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അവളുടെ ഏരിയ അല്ലാത്ത സബ്ജക്റ്റിൽ ഷി വാസ് വീക്ക്. അതിന്റെ പേരിൽ ഒരുപാട് പേര് ഇങ്ങനെ കളിയാക്കുമ്പോൾ ദ വേ ഷി ഫേസ്ഡ് ഇറ്റ് വാസ് ടു ഗുഡ്. സോ അപ്പൊ എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ബോൾഡ് ചെയ്ത് ഫേസ് ചെയ്ത് തന്നെ അറിയുള്ളൂ. ശരിക്കും നിനക്ക് എന്തായിരുന്നു അന്ന് മൈൻഡിൽ ഫെൽറ്റ് ചെയ്ത്? ടു ബി ഫ്രാങ്ക്, നിനക്ക് ആക്ച്വലി ആസ് എ 15-year-old ഗേൾ വാട്ട് യു ആക്ച്വലി ഫെൽറ്റ് ലൈക്ക് ഡ്യൂറിംഗ് ദാറ്റ് ടൈം ആൻഡ് ഹൗ യു ഹാൻഡിൽ ദാറ്റ്? ഹാൻഡിൽ ചെയ്യാന്നുള്ള വിഷയമല്ല, കാരണം ഒന്നെങ്കിൽ ഞാൻ കാര്യമായിട്ട് എടുക്കാറില്ല. അതിന് ആ ഒരു മൈൻഡിൽ ഇടും. അന്നത്തെ ഒരു ഏജിൽ എന്താണ്, അല്ലെങ്കിൽ അങ്ങനത്തെ വാക്കുകൾ ചിലത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല ഓർമ്മ. എനിക്ക് നിനക്കും അത് ഓർമ്മ ഉണ്ടോ എന്ത് വാക്കുകളാ യൂസ് ചെയ്തെന്നുണ്ട്? അതിന്റെ അർത്ഥം ശരിക്കും എനിക്ക് അറിയില്ല. ആ ഒരു പ്രായത്തിന്റെ ആയിരിക്കാം ചിലപ്പോ.
അറിയാണ്ട് അങ്ങനെ പോയതുണ്ട്. പക്ഷെ പിന്നെ ഞാൻ അതായിരിക്കും എന്നെ കളിയാക്കിണ്ടല്ലേ, പക്ഷെ എനിക്ക് പ്രശ്നമില്ല. വെദർ ഇത് ഇവിടെ പറയാൻ പറ്റുമോ, പക്ഷെ ഇവിടെ കളിയൊക്കെ കുറെ ടീം ഉണ്ടായിരുന്നു. ലൈക്ക് ഈ ഒരു പെർട്ടിക്കുലർ ടേം ഒക്കെ വെച്ചിട്ട്, ലൈക്ക് ചില സബ്ജക്റ്റിലുള്ള വീക്ക് അതിന്റെ ഒക്കെ ബേസ് ചെയ്തിട്ട് കുറച്ച് ടേം വെച്ച് കളിയാക്കി ആൾക്കാരുണ്ടായിരുന്നു. ആൻഡ് പറയാൻ പറ്റുമോ ഇല്ലേ അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാല്, ഇപ്പൊ മേ ബി ഒരു സെൽഫിഷ്നെസ് തോന്നാം, കാരണം ഞാൻ ഇവളെ ഫ്രണ്ട് ആയതുകൊണ്ട് ഇവക്ക് വേണ്ടി ഇങ്ങനെ പറയുമ്പോൾ അവരെ ഇതാക്കി പറയുമ്പോൾ ഒരു തോന്നാം. ഹൗവർ ഐ ഡോണ്ട് കെയർ. ദ തിങ് ഈസ്, അവരൊക്കെ കരിയറിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ അവരിങ്ങനെ ഒരു ടേം ഒക്കെ വെച്ചിട്ട്, ആ ടേം എനിക്ക് പറയാൻ താല്പര്യപ്പെടുന്നില്ല, ഇവളെ കളിയാക്കിയ ദ സെയിം പേഴ്സൺ എത്ര കൊല്ലം ഇപ്പൊ വർക്ക് ചെയ്യുന്നത്? 3 വർഷമായി. 3 വർഷമായിട്ട് ഷീസ് വർക്കിംഗ്. ആൻഡ് അതെന്ന് പറഞ്ഞാല് ഡിഗ്രി ഒന്നും എടുക്കാണ്ട് തന്നെ +2 എടുത്ത് അതിൽ നമുക്ക് എന്താണോ വേണ്ടി ആ കോഴ്സ് എടുത്ത്, പ്ലസ് അവളെ ഡ്രോയിങ്ങിന്റെ കോഴ്സ് എടുത്തിട്ട് ഇപ്പോഴും സ്റ്റിൽ ഷീ സ്റ്റഡിങ് അല്ലെ. ഇപ്പൊ എന്താ പഠിക്കുന്നത്? മൾട്ടിമീഡിയ. ലൈക്ക് എന്ത് കോഴ്സ്? ഐ മീൻ അതായത് എഡിറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ്. വർക്കിങ്ങിന്റെ കൂടെ തന്നെ അവള് പഠിക്കുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ ഫീൽ സോ പ്രൗഡ്. എന്താ പറയാ, ഭയങ്കര പ്രൗഡ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ വെയിലായോണ്ട് കണ്ണട ചൂരാണോ? വെയില് പോയി. ഓക്കെ. അപ്പം നെക്സ്റ്റ് ഐ വാണ്ട് ടു ആസ്ക് യു few more questions. ഒന്ന് about parenting, like the way parenting helped you. അതായത് എക്സ്പെഷ്യലി യുവർ മദർ മീൻസ് കുറെ പാരന്റ്സ് ഇപ്പോഴും പുട്ടിങ് ദിയർ ചിൽഡ്രൻ ഇൻ എ പ്രഷർ കുക്കർ. അതായത് അവർക്ക് ഇഷ്ടമുള്ള എന്താണോ അത് കണ്ടുപിടിക്കാതെ, ഇപ്പൊ അവർക്ക് എഞ്ചിനീയർ ആവണമെങ്കിൽ ആ വഴിക്ക് വിടാതെ ഡോക്ടർ ആക്കുക, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, കുട്ടികൾക്ക് വേണ്ട എന്താണോ, അവരുടെ കഴിവ് എന്താണോ അത് തിരിച്ചറിയാന്നുള്ളത് വെരി, എന്താ പറയാ, ഒരു അടിപൊളി സംഭവമാണ്. സോ അത് എങ്ങനെയാണ് യുവർ മദർ ഹെൽപ് യു? അത് ലൈക്ക് യു ഹാവ് ടു സേ ദാറ്റ്. അതെങ്ങനെയാണ് രഞ്ജുന്റെ അമ്മ അതിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്തു? രാധിക ആന്റി, ഹെർ നെയിം ഈസ് രാധിക, എങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ആൻഡ് വാട്ട് യു വാണ്ട് ടു സേ ടു ദി പാരന്റ്സ്? പാരന്റ്സിന്റെ അടുത്ത് എന്താ പറയാനുള്ളത്? അതായത് ഇപ്പൊ കുറെ പാരന്റ്സ് അവരുടെ ഇഷ്ടത്തിന് കുട്ടികളെ മോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷെ അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഇപ്പം രഞ്ജുവിന് കിട്ടിയ പോലത്തെ ഒരു പാരന്റിങ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി നൈസ്. ഒരു ഇപ്പൊ പറയാ വെച്ചാൽ എന്നെ വേണേ ഡിഗ്രിക്ക് പറഞ്ഞയച്ചിട്ട് വല്ല ജോലിക്കും, ചെറിയ ചെറിയ ജോലിക്ക് വേണമെങ്കിൽ അവർക്ക് പറഞ്ഞായിരിക്കാം. പക്ഷെ അത് ചെയ്തില്ല. അതിന് വലിയൊരു താങ്ക്സ് ഉണ്ട്. കാരണം എന്താ വെച്ചാല് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ എവിടെ എത്തില്ല. അതായത് +2 കഴിഞ്ഞ് എനിക്ക് ഡ്രോയിങ് ആണ് ഇൻട്രസ്റ്റ് എന്ന് കണ്ടപ്പോ കറക്റ്റ് ആ സമയത്ത് അങ്ങനെ ഒരു സംഭവം വന്ന്, നീ പൊക്കോ, നമുക്ക് ക്യാഷും കാര്യങ്ങളൊന്നും നീ ചിന്തിക്കണ്ട, നീ പൊയ്ക്കോന്നാണ് അമ്മ എപ്പോഴും എന്നോട് പറയാറ്. എനിക്ക് ഇഷ്ടമുള്ള എന്താണെങ്കിലും, അത് ഇപ്പൊ എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ എന്താണെങ്കിലും നീ ക്യാഷ് നോക്കണ്ട, അത് ഞാൻ നോക്കിക്കോളാന്നാണ് അമ്മ എപ്പോഴും പറയാ. നീ പൊയ്ക്കോന്ന് അമ്മ ധൈര്യമായിട്ട് പറയാറുണ്ട്. പക്ഷെ അങ്ങനെ പോകുന്നതില് ഞാൻ എപ്പോഴും സക്സസ് ആയിട്ട് എത്തിയിട്ടുണ്ട്. അത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ അത് ഭയങ്കര സക്സസ് ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പൊ നീ ഇപ്പൊ ഡിഗ്രിക്ക് പോണം, ഇനിയിപ്പൊ അത് എടുക്കണം ഇത് എടുക്കണം എന്ന് തന്നെ ഫുള്ളായിട്ട് പ്രഷർ ചെയ്തിട്ടില്ല ഞാൻ. അത് അച്ഛനായാലും ശരി, അച്ഛനും അമ്മയായാലും ശരി, എന്നെ ഇതുവരെ പ്രഷർ ചെയ്തിട്ടില്ല. പക്ഷെ അതിൽ ഞാനും ഹാപ്പിയാണ്, അവരും ഹാപ്പിയാണ്. പ്രഷർ ചെയ്യാണ്ടൊക്കെ എങ്ങനെ പോവാ, അങ്ങനെ അല്ലെങ്കിൽ ഇത് തന്നെ എടുക്കാൻ പാടുള്ളൂ, ഇന്ന കോഴ്സ് നീ എടുത്ത് ചെയ്യാൻ പാടുള്ളൂ, അത് ചെയ്യാണ്ടിരിക്കുക, അത്ര തന്നെ ഉള്ളൂ. ആൻഡ് വേറൊരു കാര്യം എനിക്ക് തോന്നിയത്, ഹർ മദർ ഡിഡ്ന്റ് ഹിയർ ദ വേർഡ്സ് ഓഫ് അതേഴ്സ്, ലൈക്ക് വാട്ട് അതർ പീപ്പിൾ തിങ്ക് എന്ന്. ആ അമ്മ ഇപ്പം അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കോ, എന്റെ മോക്ക് ഡിഗ്രി ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കല്ലോ എന്നൊക്കെ പറഞ്ഞാൽ, ഇപ്പോഴും ഡിഗ്രി എടുത്ത് അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവം എടുത്ത് അവൾ അങ്ങനെ അങ്ങ് അവളെ ഫ്യൂച്ചറോ അല്ലെങ്കിൽ അവളെ കരിയറോ അവിടെ ഡിസ്ട്രോയ് ചെയ്യപ്പെടുകയുള്ളൂ. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ജോബ് ചെയ്യുന്നത് ഭയങ്കര സുഖമുള്ള പരിപാടിയല്ല അല്ലേ? സോ അതിൽ നിനക്ക് എന്താ പറയാനുള്ളത്? അതാ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം ഒരു താങ്ക്സ് ആണ് പറയുന്നത്, അങ്ങനെ എന്നെ വിടാതിരുന്നത്. ആൻഡ് അതുപോലെ തന്നെ, ഡു യു ഹാവ് എനി റോൾ മോഡൽ? ലൈക്ക് ലൈഫിൽ ഹാർഡ്ഷിപ്പ് വന്നപ്പം, ആളുകൾ പലതും പറഞ്ഞപ്പോ, ലൈക്ക് എന്താ, നിനക്ക് ചില സബ്ജക്റ്റിൽ ഓക്കെ അല്ലാതിരുന്നപ്പം നീ അതിനെ ഓവർകം ചെയ്യാൻ എന്തെങ്കിലും ഒരു സ്പാർക്ക്, അതായത് ഇന്ന ആളുകളൊക്കെ കണ്ട ഇതുപോലെ, അങ്ങനെ എന്തെങ്കിലും വേർഡ്സ്, അങ്ങനെ എന്തെങ്കിലും നിന്നെ മോട്ടിവേറ്റ് ചെയ്ത, ഇൻസ്പയർ ചെയ്ത കാര്യങ്ങളുണ്ടോ? സത്യം പറയട്ടെ, കുറവാ. ഓക്കെ. ഇപ്പൊ എനിക്ക് തോന്നുന്നു അമ്മ തന്നെയാണ്. അമ്മ തന്നെയാണ്. കാരണം പറ്റില്ല, ഇനി വേണ്ട, ഇനി വേറെ എന്തെങ്കിലും നോക്ക് എന്നുള്ളത് അങ്ങനെ എത്തിച്ചേരും അമ്മ തന്നെയാണ്. അമ്മയാണ്. ഇൻ ദിസ് എപ്പിസോഡ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ രഞ്ജുവിനേക്കാളും രഞ്ജുന്റെ മദറിനെയാണ്. ദ വേ ഗുഡ് പാരന്റിങ് ഹെൽപ്പ് സമ്മൺ ടു ബ്ലൂം സോ ബ്യൂട്ടിഫുള്ളി. അതാണ് ആക്ച്വലി സത്യം പറഞ്ഞാൽ പറയാനുള്ളത്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ, ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഏതെങ്കിലും വിധത്തിലൊക്കെ ബുള്ളിങ് ഫേസ് ചെയ്യുകയാണെങ്കിൽ, ഡോണ്ട് ബി ലൈക്ക് ദ പാസ്റ്റ് മീ, ബട്ട് ബി ലൈക്ക് ദ പാസ്റ്റ് ഹെർ. ലൈക്ക് എനിക്കൊക്കെ ആ ഒരു രീതിയിലൊക്കെ ബുള്ളിങ് വന്നിരുന്നെങ്കിൽ ട്രോമന്റെ എക്സ്ട്രീമിൽ ഞാൻ പോകുമായിരുന്നേനെ. ബട്ട് ഷീ വാസ് ലൈക്ക്, പക്ഷെ അവിടെ എന്നെ അവള് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
എന്നെ കൊറേ ഇങ്ങനെ മോട്ടിവേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അവള്. ഓർമ്മയില്ല സത്യം. എനിക്ക് ഓർമ്മയുണ്ട്. കൊറേ ഇവളാണ് എന്നെ കൊറേ മോട്ടിവേറ്റ് ചെയ്തതും. അല്ലെങ്കിൽ ഒരു പാവം തോന്നുന്ന അവസ്ഥ ഉണ്ടാവില്ല ചില സമയത്ത്. അങ്ങനെ ഇവക്കൊക്കെയാ തോന്നിയിട്ടില്ല. അങ്ങനെ കുറച്ച് പേർക്ക് മാത്രം. പക്ഷെ എനിക്ക് പാവല്ല തോന്നിയ, എനിക്ക് അവരുടെ അടുത്ത് ദേഷ്യം തോന്നിയിട്ടുണ്ട്. പക്ഷെ അവള് ദ വേ ഷീ ഹാൻഡിൽ ദൂസ് ബുള്ളിങ് വാസ് സോ ബ്യൂട്ടിഫുൾ. ഇപ്പം വാട്ട് യു ഫീൽ റൈറ്റ് നൗ? എന്താ തോന്നുന്നേ? ഞാനിപ്പോ പറയാണെങ്കില് ഞാൻ ഹാപ്പിയാണ് ശരിക്കും. അല്ലാതെ ഞാൻ പറയാ ഹാപ്പിയാണ്. കാരണം ഞാൻ എത്തില്ലാന്ന് വിചാരിച്ച സ്ഥലത്തേക്ക് ഞാനിപ്പോ എത്തിപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ട ജോബ് ഞാൻ സെലക്ട് ചെയ്തു. ഞാൻ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ കരിയർ ആണെങ്കിലും ഒക്കെ ഇപ്പൊ ഒരു സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടത് തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ അന്ന് കരഞ്ഞ് തളർന്നൊക്കെ ഇതാക്കി പോയിട്ടുണ്ടെങ്കിൽ എത്തില്ല. ആൻഡ് ഇനി എന്താ പ്ലാന്? ഇനിയിപ്പോ കോഴ്സ് കംപ്ലീറ്റ് ആക്കണം. അത് കഴിഞ്ഞാലാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ നിൽക്കട്ടെ അല്ലെ. ഇത്രയും നേരം സംസാരിച്ചത് 10 ഇയർ മുന്നേ ഉള്ള നിന്നെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അത് നീ എങ്ങനെ ഹാൻഡിൽ ചെയ്തു, സോ ആൻഡ് സോ. ഇനി 10 ഇയർ കഴിഞ്ഞിട്ടുള്ള നീ, ആ നിന്നെ നോക്കുമ്പോ നിനക്ക് ഹൗ ഡു യു ഫീൽ? ഞാൻ പ്രൗഡ് ആയിട്ടുണ്ടാവും. ഷുവറായിട്ട് ഞാൻ പ്രൗഡ് ആയിട്ടുണ്ടാവും. ജസ്റ്റ് ഇമാജിൻ നീ ഇപ്പൊ 10 വർഷം കഴിഞ്ഞ് നിൽക്കുവാണേ. അപ്പൊ നീ എന്തൊക്കെ ലൈഫിൽ അച്ചീവ് ചെയ്തിട്ടുണ്ടാവും? വിത്ത് കോൺഫിഡൻസ് യു ആർ സപ്പോസ് ടു സേ. കോൺഫിഡൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒന്നാമത് ജോബ് തന്നെയാണ്. എന്റെ ഡ്രീം ജോബ് തന്നെയാണ്. ഞാൻ പാഷനായിട്ട് കൊണ്ടുനടക്കുന്ന ജോബ് എനിക്ക് കിട്ടി. That means you are doing your dream job. ഡ്രീം ജോബ്. അത് എബ്രോഡ് പോയിട്ട് നമ്മൾ വർക്ക് ചെയ്യുക. Visualizing this. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഈ വീഡിയോ ഞാൻ അവിടെ നിന്ന് കാണും. Okay. നല്ല രസമുണ്ടാവും. ഇപ്പൊ ഡൗൺ ആയി നിൽക്കുന്ന ടൈം ഉണ്ടാവുമല്ലോ, ആ ടൈമിൽ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് കാണും. കാരണം ചിലപ്പോ ഞാൻ എത്തിയിട്ടില്ല എന്നുള്ള രീതിയിൽ ഞാൻ നിൽക്കുമ്പോ അവിടെ എന്നെ കുറെ സപ്പോർട്ട് ചെയ്യാൻ നിന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ ഈ ഇതൊക്കെ സംഭവങ്ങളൊക്കെ ഞാൻ റിവൈൻഡ് ചെയ്യും ഞാൻ. Okay. And now you have your dream job. You are in foreign country. Yes. Which country? Like you can range ഏത് കൺട്രിയിലാ? ഞാനിപ്പോ ദുബായിലുണ്ടാവും. ദുബായ് എന്റെ ഫേവറേറ്റ് കൺട്രി. Okay. 10 വർഷത്തിന് അപ്പുറാണേ. 10 വർഷത്തിനപ്പുറം ഓൾമോസ്റ്റ് ഇതേ ഒരു ടൈമില് അവളെ ഡ്രീം കരിയർ ചെയ്തോണ്ടിരിക്കുമ്പോ നമ്മൾ ഈ വീഡിയോ കാണും അല്ലേ? ഓക്കെ. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇനി അതർ ഡ്രീംസ് ആ ഒരു ടൈമിൽ നിനക്ക് അച്ചീവ് ചെയ്യേണ്ട വേറെ എന്തെങ്കിലും വിഷ് ലിസ്റ്റ് ഉണ്ടോ? കുറെ കാര്യങ്ങളുണ്ട്, അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത് എനിക്ക് ഓപ്പൺ ചെയ്യാൻ മൈൻഡ് ഇപ്പൊ അത് ഓപ്പൺ ചെയ്ത് പറയാനുള്ള ഒരു ഇതിലല്ല. ഞാൻ ചെയ്തിരിക്കും, അതിന് യാതൊരു മാറ്റമില്ല. അങ്ങനെ എല്ലാ ഡ്രീംസും അച്ചീവ് ആവട്ടെ. ഈ ഇന്റർവ്യൂവിന് എന്നെ ഫസ്റ്റ് വിളിച്ച നന്ദനയ്ക്ക് സോ താങ്ക് യു. കാരണം ഇങ്ങനെ ഒരു ക്യാമറ ഫേസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. ഞാൻ ഭയങ്കര മടിയുള്ള, ഞാൻ ഇവിടെ കൂടി ഇരുന്ന് ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യണമെങ്കിൽ അവളെനിക്ക് അത്രയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരുന്നതിനെ കൊണ്ടാണ്. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു, ഇറ്റ്സ് മൈ പ്ലഷർ. നമ്മളെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. ഇന്ന് ഞാൻ വിളിച്ചത് രഞ്ജുനെ ആണെങ്കിൽ ഇവിടെ ആക്ച്വലി വന്നിരുന്ന് സംസാരിച്ചത് അവളെ അമ്മയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ലൈക്ക് വി ടോക്ട് അബൌട്ട് പാരന്റിങ്, എങ്ങനെ പാരന്റിങ് ഒരു കുട്ടീനെ നല്ല രീതിക്ക് അവളുടെ കരിയർ ബിൽഡ് ചെയ്യാൻ സഹായിക്കും, എങ്ങനെ ബുള്ളിങ്ങിനെ അവള് ഫേസ് ചെയ്തു, സ്ട്രോങ് ആയിട്ട് നിന്ന് എങ്ങനെ ഫേസ് ചെയ്തു, അത് നമുക്ക് കോപ്പ് ചെയ്യാവുന്ന മെക്കാനിസം ആണ് അല്ലെ? ഈ രണ്ടും. മൂന്നാമത്തെ കാര്യം, ഈ ഇന്റർവ്യൂയിലൂടെ ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബിലീവ് ഇൻ യുവർ സെൽഫ്. അത് വെറുതെ കുറെ സാധനം കാണാൻ അങ്ങനെയല്ല, നിങ്ങൾ തന്നെ വിശ്വസിക്കുക, വർക്ക് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ ഫ്രം us. താങ്ക് യു. Bye.